ചില വഴക്കുകൾ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? തുടക്കത്തില് അത് വളരെ ചെറിയൊരു കാര്യമായിരിക്കാം. നമ്മുടെ പാർട്ട്ണർ പറഞ്ഞൊരു വാക്ക്, അല്ലെങ്കിൽ ഓഫീസിൽ ഒരാള് നമ്മളെ ഒന്ന് തിരുത്തിയത്. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ ആ ഒരു പ്രശ്നം പരിഹരിക്കാനല്ല നമ്മളൊക്കെ ശ്രമിക്കുന്നത്. അവരെന്നെ ചെറുതാക്കിയോ, ഞാൻ ക്ഷമ ചോദിച്ചാൽ തോറ്റുപോകോ എന്നതൊക്കെ ആയിരിക്കാം നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലുള്ള ചിന്ത. മനോഹരമായിട്ടുള്ള ഒരു സെൻ കഥയുണ്ട്. ഗുരുവിൻ്റെ അടുത്ത് ഒരാൾ വന്നിട്ട് ചോദിച്ചു, എൻ്റെ തർക്കങ്ങളൊന്നും അവസാനിക്കുന്നില്ലല്ലോ, ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന്. ഗുരു പറഞ്ഞു, രണ്ടുപേർ ചേർന്ന് ഒരു കയർ വലിച്ച് മത്സരിക്കുമ്പോൾ ആ വഴക്ക് അവസാനിക്കാൻ ഒരേ ഒരു വഴിയേ ഉള്ളൂ. അതിലൊരാൾ ആ പിടി ഒന്ന് വിട്ടുകൊടുക്കണം. ആ പിടി വിടുന്നത് അയാൾ തോറ്റത് കൊണ്ടിട്ടല്ല, മറിച്ച് അയാൾ ഈഗോയേക്കാൾ ആ ബന്ധത്തിന് വില കൊടുക്കുന്നത് കൊണ്ടിട്ടാണ്. സൈക്കോളജിയിൽ നമ്മൾ കാണുന്ന വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണിത്. നമ്മുടെ സ്റ്റാറ്റസ് അല്ലെങ്കിൽ ഇമേജ് ഒന്ന് ചോദ്യം ചെയ്യപ്പെട്ട് എന്നൊന്ന് നമുക്ക് തോന്നിക്കഴിയുമ്പോൾ നമ്മൾ അറിയാതെ വല്ലാതെ ഡിഫെൻസീവ് ആകും, എഗ്രസീവ് ആകും. ഞാൻ എന്തിന് സോറി പറയണം, ഞാൻ ആദ്യം വിളിച്ചു കഴിഞ്ഞാൽ ഞാനൊന്ന് ചെറുതായി പോവില്ലേ എന്നൊക്കെ ചിന്തിക്കുന്നത് നമ്മുടെ ഒരു ഈഗോ ഹേർട്ട് ആകുന്നത് കൊണ്ടിട്ടാണ്. മേ ബി അതൊരു ത്രെറ്റൻഡ് ഈഗോഡിസം എന്ന് വേണമെങ്കിൽ പറയാം. പലപ്പോഴും നമ്മൾ സെൽഫ് റെസ്പെക്റ്റും ഈഗോയും തമ്മിൽ കൺഫ്യൂസ്ഡ് ആവുകയാണ് ഇവിടെ ചെയ്യുന്നത്. ഈഗോ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നതും സെൽഫ് റെസ്പെക്റ്റ് സംരക്ഷിക്കുന്നതും രണ്ടും രണ്ടാണ്. ഒരു തർക്കം നീണ്ടുപോകുമ്പോൾ സ്വയം ചോദിക്കാം, നമ്മളിപ്പോൾ പ്രശ്നം പരിഹരിക്കാനാണോ ശ്രമിക്കുന്നത്, അതോ മറ്റേ ആളെ തോൽപ്പിക്കാനാണോ ശ്രമിക്കുന്നത്? കാരണം ഈഗോയുടെ യുദ്ധത്തിൽ ചിലപ്പോൾ നമ്മൾ ജയിച്ചേക്കാം, പക്ഷേ നമ്മുടെ ബന്ധങ്ങൾ അവിടെ തോറ്റുപോകുന്നുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു.